ശൈലജ ടീച്ചർ, പൊതുവിൽ ഈ ബജറ്റ് പ്രഖ്യാപിച്ച ശേഷമുള്ള അതിലല്പം രാഷ്ട്രീയം കൂടിയാണെങ്കിലും ആ വിഷയത്തിൽ അല്പം കൂടി വ്യക്തത താങ്കളിൽ നിന്ന് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഈ ബജറ്റിൽ കാണുന്നത് പ്രത്യേകിച്ചും ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിലൊക്കെ വരുത്തിയിട്ടുള്ള വർധനവ് അനിവാര്യമായ ഒന്നായിരുന്നു. ഇതിനു മുൻപും ചെറിയ നിലയിൽ ഒരു വർധനവ് അതിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പകാലം മുമ്പ് അവർ നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ കാലയളവിൽ സർക്കാർ കൃത്യമായി സ്വീകരിച്ച നിലപാട് ഒരുപക്ഷെ ആ സമരത്തിലൂടെയാണ് ഈ അത്തരം പദ്ധതികളിൽ സംസ്ഥാനത്തിന്റെ വിഹിതം എത്ര, കേന്ദ്രത്തിന്റെ വിഹിതം എത്ര, അത് എങ്ങനെയാണ് ചെലവാക്കപ്പെടേണ്ടത് എന്നത് വ്യക്തമായ ഒരു ധാരണ സമൂഹത്തിന് പോലും കിട്ടുന്നത്. പക്ഷേ ആ സമരം നടക്കുന്ന കാലയളവിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ടത് എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ചില നിലപാടുകൾ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. പക്ഷേ അതിനെ പൊതുവിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് അതിൽ സംസ്ഥാനത്തിന് ഒരു റോളും ഇല്ല എന്ന നിലയിലേക്ക് സംസ്ഥാനം മാറുന്നു എന്നതായിരുന്നു. അതിനുശേഷം 2 തവണ ആ തുകയിൽ ചെറിയ വർധനവ് വരുത്തുമ്പോൾ നോക്കൂ, ഇതല്ലല്ലോ പണ്ട് സംസ്ഥാനം പറഞ്ഞത്, കേന്ദ്രം കൊടുക്കണമെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ അത് കളവായിരുന്നില്ലേ എന്നൊരു വലിയ നിലയിലൊരു പ്രചാരണത്തിലേക്കും അത് കടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ശൈലജ ടീച്ചർ, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മേരി ടീച്ചർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് നമ്മൾ സ്ത്രീകളുടെ ആകെ അധ്വാനം, അത് GSDP കവർ നൽകുന്ന സംഭാവന, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഒരു പ്രതിഫലം സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കണ്ടേ എന്നുള്ളതാണ്. മാത്രമല്ല ജെൻഡർ സെൻസിറ്റീവ് അല്ലെങ്കിൽ ജെൻഡർ റെസ്പോൺസീവ് ബഡ്ജറ്റ് ആണോ അവതരിപ്പിച്ചത് എന്നും ഒരു ചോദ്യം ഉണ്ടായി. ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ UN ഒരുപാട് ഡിക്ലറേഷൻ നടത്തുന്നുണ്ട് എല്ലാ വിഭാഗ ആളുകൾക്കും. അതിൽ 2015 അവർ 17 ഗോളുകൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് അത് സാധ്യമായിടത്തോളം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു രാജ്യമല്ല, നമ്മുടെ രാജ്യമാണ് അതിനുവേണ്ടി പണം വകയിരുത്തി അത്തരത്തിലുള്ള ഗോളുകൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകളെ അടക്കം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണമെങ്കിൽ കേന്ദ്രം ഇടതുപക്ഷം ഭരിക്കണം. പക്ഷേ കേന്ദ്രത്തിൽ ഇടതുപക്ഷ ഭരണമല്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ക്യാപിറ്റലിസ്റ്റ് സമീപനത്തിൻ്റെ ഫലവും കൂടി അനുഭവിച്ചുകൊണ്ട് മാത്രമേ അതിനിടയിൽ വെച്ച് മാക്സിമം ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത്. അതിൽ ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെ തോമസ് ഐസക് അവതരിപ്പിച്ചിട്ടുള്ള ആ ബജറ്റ് നിലനിൽക്കുകയാണ്. അതിനകത്ത് ചെറിയ ചെറിയ അഡീഷൻ ഓരോ വർഷവും വരുന്നുണ്ട്. ഈ ബഹുമാനപ്പെട്ട ബാലഗോപാൽ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് നമ്മൾ ജെൻഡർ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു ഓൾഡ് ഏജ് ഫ്രണ്ട്ലി ആയിട്ട് അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഓൾഡ് ഏജിന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല 2017 കേരള ഗവൺമെൻറ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഒരു വകുപ്പ് തന്നെ വേറെ രൂപീകരിച്ചു. ഞങ്ങളെല്ലാം എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഭാഗ്യവശാൽ അന്ന് മന്ത്രിയായിരുന്നത് കൊണ്ട് എനിക്ക് ആ വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി ചുമതല വഹിക്കുന്നതിന് സാധിച്ചു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് കിട്ടിയപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി എസ്പെഷ്യലി ഫോർ ഒരുപാട് പദ്ധതികൾ ആ വകുപ്പിൽ ആസൂത്രണം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ മറ്റെല്ലാ വകുപ്പിനും എന്ന പോലെ ആ വകുപ്പിനും ഒരു തുകയുണ്ട്. ആ തുക ഉപയോഗപ്പെടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക പദ്ധതികൾ അങ്ങനെ നടപ്പിലാക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വകുപ്പിലും ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട്. അത് നേരത്തെ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിലെ കാഴ്ചപ്പാട് നിലനിൽക്കുന്നു. കുടുംബശ്രീയുടെ ഒക്കെ കാര്യം അങ്ങനെയല്ലേ വരുന്നത്. വലിയ തുകയാണ് കുടുംബശ്രീയെ സഹായിക്കാൻ വേണ്ടി സാധാരണക്കാരായ സ്ത്രീകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് അടക്കം വെക്കുന്നത്. അപ്പോൾ എല്ലാം സ്കാറ്റേഡായി പോവുകയല്ല. എന്നാൽ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന കാര്യം മാത്രമല്ല, എല്ലാ വകുപ്പിലും സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് ഒരു ജെൻഡർ റെസ്പോൺസിബിൾ ആയി പെരുമാറണമെന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള കാര്യം, ആശാ വർക്കർമാരുടെ സ്കീം വർക്കർമാർക്കെല്ലാം കുറേശ്ശെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒറ്റയടിക്ക് വലിയ വർധനവുണ്ടാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ നാമമാത്രമായ തുകയെ അവർ വകയിരുത്തുന്നുള്ളൂ. എല്ലാ ഭാരവും സംസ്ഥാന ഗവൺമെൻറ്റിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അത് ശരിയായ ജനാധിപത്യമല്ല. ഫിസ്ക്കൽ ഡെമോക്രസി ഇല്ല ഇവിടെ. അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ആശാ വർക്കർമാർക്ക് 2016 ഞാൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അവരുടെ ഓണറേറിയം 500 രൂപയായിരുന്നു. 1000 എന്ന് പ്രഖ്യാപിച്ച് 500 മാത്രം കയ്യിൽ കിട്ടുന്ന ഒരവസ്ഥ എല്ലാ ആശാ വർക്കർമാർക്കും അറിയാമത്. അവരുമായി ചർച്ച ചെയ്തിട്ട് അന്ന് വർദ്ധിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം ഒരു സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുന്നത്ര വർദ്ധിപ്പിച്ചു. 7000 രൂപ ഫിക്സഡ് ഓണറേറിയവും 3000 രൂപ ഇൻസെൻറ്റീവും, അങ്ങനെ 10000 രൂപ മിനിമം ഒരാഴ്ചയ്ക്ക് കിട്ടുമെന്ന അവസ്ഥ ഉണ്ടാക്കിയത് 2019 2016 മുതൽ 21 വരെയുള്ള ഗവൺമെൻറ്റാണ്. അതൊരു വലിയ സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ. നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിലും
വലിയ ആശ്വാസമായിരുന്നു ആശാ വർക്കർക്ക്. 500-ൽ നിന്ന് 10,000-ലേക്കുള്ള ആ മാറ്റം ഇത്തവണ അതേ അളവിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഒരു തവണ കൊടുക്കാനുള്ളതല്ലല്ലോ, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ 10 വർഷം അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സാധിക്കുന്ന കുറേശ്ശെ വർധനവ് അതേ ഒരു സംസ്ഥാനത്തിന് സാധിക്കൂ. എന്തായാലും കഴിഞ്ഞ തവണ 1000 വർദ്ധിപ്പിച്ചു, ഇത്തവണ 1000 കൂടി വർദ്ധിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നതിൻ്റെ പരമാവധി ആശാ വർക്കർമാർക്കും അംഗൻവാടിക്കാർക്കും എല്ലാം വർദ്ധിപ്പിച്ചു. ഈ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി വർദ്ധിപ്പിച്ച് ആ തുക സംസ്ഥാന ഗവൺമെൻറ്റിന് തരികയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മുടെ സമരം ഇനി നമ്മുടെ ആവശ്യപ്പെടൽ ഡിമാൻഡ് അത് കേന്ദ്രത്തോടായിരിക്കണം എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ് മാക്സിമം ചെയ്തിരിക്കുകയാണ്. ശരി.